കോഴിക്കോട് നഗരത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ടാഗോർ ഹാൾ. നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയായ ഇടം. ഒരു വർഷം മുമ്പാണ് പുതുക്കിപ്പണിയാൻ കെട്ടിടം പൊളിച്ചു നീക്കിയത്. എന്നാൽ അവിടെ ഉയർന്നതാകട്ടെ ഈ കാണുന്ന മാലിന്യ കൂമ്പാരമാണ്. പുനർനിർമ്മാണം അനന്തമായി വൈകുന്ന ടാഗോർ ഹാൾ ഭൂമിയിലെ നിലവിലെ അവസ്ഥയാണിത്. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യ ചാക്കുകൾ, അവയുടെ കൂമ്പാരം. ഫ്ളാറ്റുകൾ, കടകൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയാണിത്. രൂക്ഷഗന്ധം കാരണം റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. മഴ പെയ്തതോടെ സ്ഥിതി രൂക്ഷമായി. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് പെറ്റുപെരുകി പകർച്ചവ്യാധി പടരാൻ വേറെയെങ്ങും പോകേണ്ട. മഴ തുടങ്ങിയതോടുകൂടെ സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയിട്ടുള്ള മലേറിയ പോലെയുള്ള അസുഖങ്ങൾ വീണ്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അടിയന്തര പ്രവർത്തനങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ വരുത്തേണ്ടത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണ്. എലിപ്പനിയും ഡെങ്കിപ്പനിയും ഷിഗല്ല വൈറസ് ഒരു വശത്ത് തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം മാലിന്യം കൂട്ടിയിട്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ്. ഹരിതകർമ്മസേനയുടെ മാലിന്യ നീക്കവും സംഭരണവും സംബന്ധിച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടി കോർപ്പറേഷൻ ഉടൻ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം റോഡരികുകളിലും ഇതുപോലുള്ള ഒഴിഞ്ഞ പറമ്പുകളിലും മാലിന്യങ്ങൾ കുന്നുകൂടും. നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോൾ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വേസ്റ്റുകളൊന്നും നീക്കം ചെയ്യപ്പെടാൻ യാർഡുകളിൽ കെട്ടിക്കിടക്കുക, നെല്ലിക്കോടായാലും ഞെളിയമ്പറമ്പിലൊക്കെ കെട്ടിക്കിടക്കുക. ഇപ്പം അതെല്ലാം എടുത്ത് ടാഗോർ സെൻട്രൽ ഹാളിൽ ഇപ്പോൾ ഡംപിങ് യാർഡായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. KSWMPയുടെ ആഭിമുഖ്യത്തിൽ 32 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിലവിലുള്ള വേസ്റ്റ് വീണ്ടും നമ്മളത് റീസൈക്കിൾ ചെയ്ത് അത് പൗഡറാക്കി വീണ്ടും നമ്മളിവിടുന്ന് അയക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് കൊത്തിയിട്ട സാധനം ഇപ്പോൾ അവിടെ തന്നെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. ടാഗോർ ഹാൾ വളപ്പിൽ കുന്നുകൂട്ടിയിട്ട മാലിന്യം നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഒരാഴ്ചക്കകം മാറ്റാമെന്നുമാണ് കോർപ്പറേഷൻ മേയർ നൽകിയിരിക്കുന്ന ഉറപ്പ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. കോഴിക്കോട് നഗരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നാണ് കളക്ടറും കോഴിക്കോട് കോർപ്പറേഷനുമെല്ലാം പറയുന്നത്. അപ്പോഴാണിതാ ഈ കാഴ്ച. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്.